പൊക്കി മില്ലി ഏറ്റവും ചെറുതാണെങ്കിൽ അതിലും ചെറിയ ബേബിയാണ് മെരി. എന്റെ അമ്മ എങ്ങനെയാ ഭക്ഷണം മോളെ ഭക്ഷണം തിന്ന് മോളെ 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 ആള് കണ്ണ് വെക്കും മിണ്ടാണ്ട് രാവിലെ തുടങ്ങും. രാത്രി ഉറങ്ങുന്നവരെ പാല് കൊണ്ടിട്ട് കൊടുത്തിട്ട് പറയും മോളെ കുടിച്ചാ കുടിക്കും മോളെ. അങ്ങനെ കണ്ണൊന്നും വെക്കില്ല. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഇപ്പൊ ഇല്ല. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് എന്റെ വൈഫ്. അത് മതി. ആ ഞാൻ പറയടി. പിന്നെ അമ്മയാണ് എപ്പോഴും കുക്ക് ചെയ്ത് തരല്. അമ്മക്ക് ബേജാറാവും മെരി അടുക്കളേക്ക് ഇരിക്കും. അമ്മ എന്നെ കുക്ക് ചെയ്ത് തരും. പക്ഷെ അത് കോമഡേറ്റ് അല്ലേ? അടി കൂടുമ്പോ വിളിക്കില്ലേട്ടാ. അടി കൂടുമ്പോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. പൂവൊക്കെ പറഞ്ഞ തീർന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ ഇഷ്ട ദമ്പതികളായിട്ടുള്ള മീത് മിരിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇനി അവരുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കും പുതിയ അവരുടെ എന്തൊക്കെയാണ് അവർക്ക് നമ്മളോട് പറയാനുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. പിന്നെ ഒരു പോസിറ്റീവും നെഗറ്റീവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയുകയാണെങ്കിൽ മെരി പെട്ടെന്ന് നെഗറ്റീവ് അട്രാക്റ്റീവ്. എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യം. എനിക്ക് എപ്പോഴും പോസിറ്റീവായി നിൽക്കുന്ന പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടം. ഈ ആരെങ്കിലും ഒന്ന് നെഗറ്റീവ് പറഞ്ഞപ്പോഴും നമ്മളും കൂടി നെഗറ്റീവ് ആണെന്ന് എനിക്ക് ഇഷ്ടമല്ല. അവൾ പെട്ടെന്ന് അങ്ങനെ നെഗറ്റീവ് അട്രാക്റ്റീവ് അതെനിക്കിഷ്ടം. ഞാൻ പറയും പോസിറ്റീവായി ബി പോസിറ്റീവ് ഇങ്ങനെ ബി പോസിറ്റീവ് ഇൻജെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. ആദ്യം ഇല്ല എന്ന് പറഞ്ഞാലും ഷീ വിൽ ബി വിത്ത് മീ. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ്. തിരിച്ചു പറയുകയാണെങ്കിലും നെഗറ്റീവ് എന്ന് പറയുന്നത് മിത്തോട്ടൻ ഒരു കാര്യം ഇപ്പം ഫോണിൽ ഇപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നെന്ന് വെച്ചോ, ചുറ്റിലും നടക്കുന്ന മിത്തോട്ടൻ മൈൻഡ് ചെയ്യില്ല. ആക്ച്വലി മിത്തോട്ടൻ കാണില്ല, കേൾക്കില്ല. ഇപ്പം ഞാൻ വിളിക്കുകയാണെങ്കിൽ മിത്തോട്ട കേൾക്കില്ല. 5 പ്രാവശ്യം വിളിച്ചാലേ മിത്തോട്ട കേൾക്കുള്ളൂ. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഈ അടുത്തിരിക്കുന്ന ആളെ 100 പ്രാവശ്യം മിത്തോട്ടാന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാകും? പക്ഷെ എനിക്ക് അങ്ങനെയാ. ഞാൻ ഒരാള് മിത്തോട്ടാന്ന് വിളിച്ചാ എന്താ എന്ന് ചോദിക്കണം, അല്ലാണ്ട് ചോദിച്ചാൽ എനിക്കിഷ്ടമല്ല. ഓക്കെ, അത് ഒരു കാര്യമുള്ളൂ. പിന്നെ പോസിറ്റീവ് എന്ന് പറയുന്നത് അതെ, ഭാര്യനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിനക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല, നിനക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെന്ന് എന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നല്ലോ. അതെ, അത് അറിയിപ്പിച്ചതെന്റെ. ഇങ്ങനെയൊക്കെ ഒന്നും വേണ്ട. ഓവർ കെയറിങ് ആരാണ്? ഓവറായിട്ട് ഞാനാ? അതെ. അല്ല ഞാനാ. നോക്കി എന്ത് കെയർ ചെയ്ത കാര്യം പറയും. മെരീന്റെ സ്കിന്നിനെ കുറിച്ച് ഞാൻ ചെക്ക് ചെയ്യും. സ്കിന്നിന് വേണ്ട എല്ലാ മിത്തോട്ടെ എന്റെ സ്കിന്ന് ചെക്ക് ചെയ്യും, എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാന്ന് ചെക്ക് ചെയ്യും, ഞാൻ ഇടുന്ന മാല. കെയറിങ് എന്നാ ഉദ്ദേശിക്കുന്നത് എല്ലാ സമയം എടുത്തുകൊണ്ടുപോയി നടക്കുന്നതല്ലോ. പ്രോപ്പർ ടൈമിന് ഭക്ഷണം കഴിച്ചോന്ന് ചെക്ക് ചെയ്യുക, വെള്ളം പ്രോപ്പറായി കുടിച്ചോന്ന് ചെക്ക് ചെയ്യുക, പ്രോപ്പർ വൈറ്റമിൻസ് എടുക്കണോ ചെക്ക് ചെയ്യുക, കുളിച്ചിനോന്ന് ചെക്ക് ചെയ്യുക, ഈവൻ ബാത്റൂം പോയിനോന്ന് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഇവിടെ അതൊന്നും കെയർ ചെയ്യില്ല. സെൽഫ് കെയർ ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഉറക്കമായാലും റിലാക്സ് ചെയ്യുന്ന കാര്യത്തിലായാലും സ്കിന്നിൻ്റെ കാര്യത്തിൽ ഹെയറിൻ്റെ ആൾക്കാർ കേൾക്കും ചേച്ചിയുടെ ഹെയർ അടിപൊളി, കെയർ ചെയ്യാത്ത ഒരാളാണ്. ഇതെല്ലാം പറയണം, എല്ലാം ചെടി എടുത്തു കൊണ്ടുകൊടുക്കണം. എൻ്റെ അമ്മ ഇവിടെ നോക്കുന്നത് മില്ലി ഏറ്റവും ചെറുതാണെങ്കിൽ അതിലും ചെറിയ ബേബിയാണ് മെരി. എൻ്റെ അമ്മ എങ്ങനെയാ മോളെ ഭക്ഷണം തിന്ന് മോളെ 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 ആള് കണ്ണ് വെക്കും മിണ്ടാണ്ട് രാവിലെ തുടങ്ങും. രാത്രി ഉറങ്ങുന്നവരെ പാല് കൊണ്ടിട്ട് കൊടുത്തിട്ട് പറയും മോളെ കുടിച്ചാ കുടിക്കും മോളെ. അങ്ങനെ കണ്ണൊന്നും വെക്കില്ല. അങ്ങനെ അപ്പൊ അത് എന്തെങ്കിലും ചോദ്യം തരുമോ? അപ്പൊ അങ്ങനത്തെ കാര്യത്തിലെല്ലാം എനിക്കൊരു അനിയൻ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചു തരായിരുന്നു. ഒരാളുണ്ടല്ലേ, പക്ഷെ കുറച്ച് ചെറുതായിപ്പോയി. അവർക്ക് 26 വയസ്സേ ഉള്ളൂ. അല്ല നമുക്ക് പ്രശ്നമാണ്. ആർക്കാണ് കൂടുതൽ അങ്ങനെ എനിക്കൊട്ടും പോസസീവ്നെസ് ഇല്ല, എനിക്കും ഇല്ല.
ഒരു പെണ്ണ് വന്ന് സൈറ്റ് അടിച്ചാ പോസ്റ്റ് മെറി പറയും ഒരു സംസാരിച്ചു എന്ന് പറയും. നമ്മൾ രണ്ടാളും ഒരുമിച്ച് നടക്കുമ്പം ഏതെങ്കിലും പെൺകുട്ടികളെ പോയി ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടും കൂടി ഉണ്ടല്ലോ. മെരി മിത്തോട്ടാ നോക്കി ആ കുട്ടിയുടെ ഡ്രസ്സ് നോക്കിയാ അവൾ നോക്കി മിത്തോട്ടാ അങ്ങനെ പറയും. ഈവൻ ഞാനാലും പറയും അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. മറ്റേ പൊസസീവ്നെസ് നമ്മുടെ ഇടയിൽ ഇല്ല, അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല അല്ലേ? എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ അത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഒരാളെ കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് വിടാ. ആദ്യം അമ്മയായിരുന്നു, എവിടെയും വിടൂല. ഇവരെ വിചാരം ഞാൻ ഇപ്പോഴും ചെറിയ കുഞ്ഞു കുട്ടിയാണ്. അതെ, മിത്തോട്ടൻ അങ്ങനെയാ. ഞാൻ ആ കൈ പിടിച്ചുകൊണ്ട് നടക്കും എല്ലാടെയും. സത്യം, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇവൻ എന്റെ കൈ പിടിച്ചിട്ടാ റോഡ് ക്രോസ് ചെയ്യുക. അത് അമ്മയല്ല, എന്റെ വീട്ടിലെല്ലാരും അങ്ങനെയാ. ഇപ്പൊ എന്റെ കസിൻസ് ആയാലും എന്നെ അല്ല. അതെന്താ എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ പൊട്ടനായോണ്ടാണോ എന്നൊരു സംശയം. നിങ്ങൾ പൊട്ടനാണ്. രാത്രി എവിടെയും പോല അമ്മ ചോദിക്കും, മോനെ ഇതാ ബസ് കയറുമ്പോൾ ശ്രദ്ധിക്കണം, വണ്ടിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇതാ ആൾക്കാരോടൊന്നും അധികം കമ്പനി ആക്കാണ്ട്. പക്ഷെ എന്നെ കണ്ടാൽ ആൾക്കാർക്ക് ചോദിക്കുന്ന ചൊട്ട് കിട്ടും. ഒരു കുട്ടിത്തുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും. അല്ല, ഇവർക്ക് സത്യം എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഇപ്പൊ ഇല്ല. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് എന്റെ വൈഫ്. അത് മതി. ഞാൻ എനിക്ക് ഉണ്ടായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല, ആള് മരിച്ചുപോയി. അത് കഴിഞ്ഞ് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഫ്രണ്ട്സുമാരുണ്ട്, ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല ആക്ച്വലി. ഞാൻ ഇങ്ങനെ അതിന്റെ ഒരു സെർച്ച് ചെയ്തായിരുന്നു. എനിക്കും അങ്ങനെ ഫ്രണ്ട് ഇല്ല കേട്ടോ. ഒരു സ്ത്രീ ഉണ്ട് കാണട്ടെ അവിടെ. ഒരു സ്ത്രീ ഉണ്ട് മക്കളെ. ഇവര് തിന്നുന്നതും തൂറുന്നതും എല്ലാം വിളിച്ചിങ്ങനെ. പക്ഷെ എനിക്ക് ആ ഒരാള് മാത്രമേ, അതും വീഡിയോ കോൾ മാത്രം നമ്മൾ ചെയ്യണം. അതിന്റെ ആവശ്യം എന്താ? രാവിലെ മുതൽ എന്നെക്കാളും കൂടുതൽ സംസാരിക്കുക ഇവര്. എന്തൊക്കെ പുയിപ്പുകളാ പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ വെറൈറ്റി സാധനങ്ങളാ കുക്ക് ചെയ്യുക. ഡെയിലി അടുക്കള കയറി കുക്ക് ചെയ്യുന്ന ഒരാളല്ല. അത് ഇഷ്ടമല്ലാത്തോണ്ട് ടൈമില്ല. പിന്നെ അമ്മയാണ് എപ്പോഴും കുക്ക് ചെയ്ത് തരല്. അമ്മക്ക് ബേജാറാവും മെരി അടുക്കളയിൽ കയറി. അമ്മ എന്നെ കുക്ക് ചെയ്ത് തരും. അങ്ങനെ എന്താ ഏറ്റവും ഇഷ്ടം കുക്ക് ചെയ്തേല്? കേട്ടോ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ദീപിക പദുക്കോൺ ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ ഉണ്ടാക്കുന്നൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ടു കുക്ക് ആയിരിക്കും. സിമ്പിൾ ടേസ്റ്റി ആൻഡ് ഈസി. എന്റെ പേര് എനിക്കറിയില്ല. ചീസിൽ ഇങ്ങനെ മുളക് ഇട്ടിട്ട് നല്ല ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. അതെ, ചോറ് വെച്ച് ചൂടോടെ കഴിക്കണം. ചീസും പച്ചമുളക് നല്ലോണം വാട്ടോ, അതില് ചീസ് ഇടാം, കുറച്ച് ഉപ്പ്. അതിലിടക്ക് പാളിപ്പോയ സാധനം പുതിന ചോറായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ചോറൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ തിന്നേ പുതിന ചോറിന്റെ വീഡിയോ എന്റെ ലൈഫിന്റെ ഇടകളിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഉണ്ട്. ഭയങ്കര വൈറലായിരുന്നു. അതുള്ള സത്യം. അത് റൊമാൻറ്റിക് ആവുമ്പോ വിളിക്കുന്ന പേരെന്താണ്? മെറി, മിത്തോട്ടൻ. അല്ല, ചുച്ച. മിത്തോട്ടൻ എന്നെ ചുച്ചാന്നൊക്കെ. ഞാൻ മിത്തോട്ടൻ എന്തെല്ലോ വിളിക്കും. മിഞ്ചു, മിഞ്ചു എന്നൊക്കെ വിളിക്കും. ദേഷ്യപ്പെടുമ്പോ വിളിക്കുന്നവരോ? മരക്കാലി, കുരിപ്പേ, ഞാൻ പട്ടീന്നൊക്കെ വിളിക്കും. വേറെ വിളിക്കാറുണ്ട്, ചിലപ്പോ ഇതിന്റെ അകത്ത് പറയല. ഒച്ച ഇടണം. ജീവിതത്തിൽ പഞ്ചപാവം ആരാണ്? തെറി വിളിക്കും. എങ്ങനെയാന്നറിയാ? ചെവിന്റെ അടുത്ത്. പക്ഷെ അത് കോമഡേറ്റല്ലേ. അടി കൂടുമ്പോ വിളിക്കില്ലേട്ടാ. അടി കൂടുമ്പോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഓട്ടോമാറ്റിക് അത് എന്താ ആ ലാംഗ്വേജ് വരുന്നതെന്ന് അറിയില്ല. പക്ഷെ അടി ദേഷ്യപ്പെടുമ്പോ പറഞ്ഞിട്ട് ഭയങ്കര ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതിനത്ര ഇതില്ലല്ലോ. പിന്നെ മലയാളത്തില് മായും കൂവൊക്കെ പറഞ്ഞാൽ തീർന്നില്ലേ? പക്ഷെ നമ്മൾ അങ്ങനത്തെ തെറി വിളിക്കാറ്. അങ്ങനെ ഒരിക്കലും ഇറസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു വേർഡും ഞാൻ മെറിക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ട്. അവളും എന്നെ അങ്ങനെ വിളിക്കാം. തമാശക്ക് ഇങ്ങനെ ചെവിയിൽ പോയിട്ട് ഇങ്ങനെ പറയാന്നല്ലാണ്ട് വേറെ തെറികളൊന്നും വിളിക്കൂല. ഏറ്റവും ജീവിതത്തില് പഞ്ചപാവം, ഭയങ്കര സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടില്ല. സോഫ്റ്റ് മൈൻഡ്, ഭയങ്കര പാവമായിട്ടാണ് എനിക്ക് ആരെയാ തോന്നിയത്? സത്യം പറ. അയ്യോ പേടിച്ചിട്ട്. നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇവളില്ല ഇടക്ക് എന്തേലും പറയാ. എന്താ ചേട്ടാ ഇനി പറയാ ദിലീപേട്ടാ? ആ മുഖത്തിൽ വരുന്ന ഭാവങ്ങൾക്ക് എന്താ പറയാ? നവരസങ്ങള്. അല്ല, ആരാ?
ഏറ്റവും പാവം ആരാ? എനിക്ക് അങ്ങനെ ഒരു അല്ല, നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആൾക്കാരോട് ഇടപെടുന്നത്. പാവെന്ന് വെച്ചാൽ മിരി ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഇമോഷണൽ ആണ്. പാവൊന്നുമല്ല, പാവല്ല, പാവെന്ന് പറയാൻ പറ്റും അങ്ങനെ? അല്ല, സെൻസിറ്റീവ് ആണ്, സെൻസിറ്റീവാ, ബോൾഡ് ആണ് അല്ലേ, നല്ല ബോൾഡ്. അത് വേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം ചിലപ്പോ ആ സിറ്റുവേഷനിൽ ഞാനായിരിക്കുമ്പോൾ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ലവബിൾ ആയിട്ട് സംസാരിക്കുന്ന ആരാ കൂടുതലായിട്ട്? അത് ഞാനാ. അല്ല, ഞാനാ. കം ഓൺ മിത്തേട്ടാ. രണ്ടുപേരും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ ഭയങ്കര എക്സ്പ്രസീവ് ആണ്, കാര്യങ്ങൾ അങ്ങനെ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരല്ല. ആ കാര്യത്തില് നൈസാ. പ്രണയം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അത് അവരെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവര് ആരെങ്കിലും മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഇതൊരു മെസ്സേജ് അയച്ചിട്ടില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ ഭഗവാനെ കമന്റ് ഒന്നും ഇട്ടേക്കില്ല ആരും. എന്ന് വെച്ചാൽ നിങ്ങൾ മുൻപ് എന്തായാലും പഠിക്കുന്ന സമയം പ്രണയം ഉണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾ റീച്ച് ഒക്കെ ആയ സമയത്ത് അവരെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനന്ന് ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എന്റെ എക്സിന് ഓർമ്മയില്ലേ, ചെറുക്കുനിക്കുന്ന കാണിച്ചു തന്നത്. നിങ്ങളിപ്പോ ഭയങ്കര ഇത് വലിയ എല്ലാരും അറിയപ്പെടുന്ന ആൾക്കാരാകുമ്പോ അവർക്ക് എന്തായാലും ചിലപ്പോ നമ്മളൊക്കെ പ്രണയിച്ചവരെയൊക്കെ അവർ നമ്മളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. നിങ്ങൾ ഇപ്പോഴും ഓർക്കുമ്പോ മെസ്സേജ് ചില ആൾക്കാർ ചിലപ്പോ നമ്മളെ ശപിക്കുന്നുണ്ടാവും. അല്ല, ചിലപ്പോ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് ചിലപ്പോ തെറിയൊക്കെ വിളിക്കുന്നുണ്ടാവും. അല്ല, അത് കൂടുതൽ തേപ്പ് നടത്തിയ ആൾക്കാർക്ക് ചിലപ്പോ മനസ്സിലാകും. അതെ അതെ, തൊട്ടടുത്തിരിക്കുന്ന ഞങ്ങളുടെ അധിക ഗേൾഫ്രണ്ട്സും നോർത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് എല്ലാം ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് എല്ലാം ഇപ്പൊ അർത്ഥമൊക്കെ മനസ്സിലാവില്ലേ? പിന്നെ പാസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ട്? പാസ്റ്റ് പലരും നമ്മുടെ പല കാര്യങ്ങളും മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ വഴക്ക് ഉണ്ടാകുമ്പോ അതെടുത്തിടും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞേ, നമ്മുടെ വഴക്കിന് ലൈഫ് കൊടുക്കാറില്ല. അത് ഞാൻ പറഞ്ഞ, ഇപ്പൊ ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോയിട്ട് ബോ ഡൗൺ ചെയ്യും. ഞാൻ പറയും എൻ്റെ തെറ്റ്, അത് അവളുടേതായാലും അങ്ങനെയാണ്, പിന്നാലെ വരും. പക്ഷെ ഞാൻ പിന്നാലെ പോകും. അത് 2 പ്രാവശ്യം വന്ന് ഞാൻ മൈൻഡ് ആക്കില്ലേ പോടാന്ന് പറയും. ഇത് പിന്നെയും വരും കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മള് വഴക്കുകൾക്ക് നമ്മൾ ലൈഫ് ലോങ് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഒരു ചെറിയ വഴക്ക്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിക്കുന്നത് മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞാൽ അത് തീർക്കണം. അല്ല നാളേക്ക് വെച്ച് മറ്റന്നാളേക്ക് വെച്ച് പിന്നെ 2 ആൾക്കാർ പുറത്തുനിന്ന് വന്ന് അവർ ഇൻവോൾവ് ചെയ്ത് പിന്നെ കോഞ്ഞാട്ടാക്കി കൈമത്തന്ന് 2 സൈഡിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം. അതിന്റെ അവസരങ്ങൾ ഇല്ലാണ്ടാക്കും. അത്രയും സൂര്യോദയൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളത് അങ്ങനെ തീർത്തിനല്ലേ, ഇപ്പോ ഒരിക്കൽ 1 വീക്ക് അത് കല്യാണം കഴിഞ്ഞാൽ പാടുമായിരുന്നു. അത് എന്നെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു നേരം, ഇയാള് തേച്ചിട്ട് പോകുന്ന വെച്ചിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സിന്റെ കാര്യത്തിലായാലും കൂടുതൽ പൈസ എല്ലാം പൊട്ടിക്കുന്ന ആരാ? നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ലക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ ഇവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് മുഴുവൻ ഡിസൈൻ ചെയ്യുന്നത്, സ്പോൺസർ ചെയ്യുന്നത് ലബാമ്പ തലശ്ശേരി. മെരീൻ്റെ ഡ്രസ്സ് മുഴുവനും ചെയ്യുന്നത് ആഷ് ക്രിയേഷൻസ്. അപ്പം അങ്ങനത്തെ നമ്മൾ ഈ ഒരു മേഖലയിൽ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ അതിൻ്റെ വേറൊരു പ്രധാനം, നമ്മൾ എവിടെ പോയാലും അവരാണ് നമ്മുടെ ഡിസൈനേഴ്സ്. നമ്മൾ പറയാൻ ഒരു മടിയില്ല എനിക്ക്. കാരണം നമ്മളുടെ ജേണിയിൽ, ഈ വലിയൊരു ജേണിയിൽ നമ്മുടെ സക്സസ് ജസ്റ്റ് നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു ടീമുണ്ട്. ഇപ്പോൾ ഡിസൈനേഴ്സ് ആയാലും അവർ 2 പേരുണ്ട്, മേക്കപ്പ് നമുക്ക് പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. മെറീൻ്റെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ 3 ആളാണ്. ഒരു രമ്യ ചേച്ചി, പിന്നെ ഒന്ന് സാസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു ബിന്ദുസ്. ഇവരൊക്കെ നമ്മളുടെ എല്ലാ ഒക്കേഷനും നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ ഫോട്ടോഗ്രാഫർ ആയാലും ഒരു ജിബി ഷാനുണ്ട്, ഒരു ദീപു നെടുവാലൂരുണ്ട്, ഇവർ 2 ആളുണ്ട്. അപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് വന്നത്. പിന്നെ നമ്മുടെ സലോൺ സർവീസ് ആകുമ്പം ഇപ്പം ബാസലോൺ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം, ഇവരൊക്കെയാണ് നമ്മുടെ സക്സസ്, നമ്മുടെ കൂടെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് ഉള്ളത്. അപ്പം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പോയി ചെയ്യേണ്ട ആവശ്യങ്ങളില്ല ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. കാരണം നമുക്ക് കിട്ടുന്നതിൻ്റെ പോലെ തന്നെ നമ്മൾ തിരിച്ചവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണ് ഇനി പോകണം ആഗ്രഹിക്കുന്നത്? എനിക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കൺട്രീസിൽ പോകണമെന്നോ അല്ലെ അവിടെ എൻജോയ് ചെയ്യണമെന്നോ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം. പക്ഷെ എപ്പോഴും
എപ്പോഴും ഉള്ള ഒരു ഡ്രീം മിത്തേൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകാം, ബാംഗ്ലൂരിലേക്ക് പോകാം. ഇപ്പൊ ചെറുങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഭയങ്കര ക്രൈം കൂടി, ക്രൈം ഭയങ്കരമായിട്ട്, അതും അവര് ഭയങ്കരമായിട്ട് വേറെയുള്ള സ്റ്റേറ്റുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് ക്രൈം നടത്തുന്ന പോലെ നമ്മൾ വീഡിയോസിലൊക്കെ കാണലുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും എന്ത് സേഫ്റ്റിയാണ് ആൾക്കാർക്കുള്ളത് അല്ലേ. നിങ്ങളാണെങ്കിൽ ഇപ്പോഴും നാട്ടിൽ തന്നെയാണ് വീടൊക്കെ വെച്ച് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു കൊച്ചിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ പോഷ് ഏരിയയിലൊന്നും പോവോ അല്ലെ ബാംഗ്ലൂർ പോയി ജീവിക്കുക അങ്ങനെയൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? അതെന്താണ്? നാടാണ് ഇഷ്ടം. നാട് ഇഷ്ടമെന്ന് മാത്രമല്ല, നമുക്ക് കംഫർട്ട് ഉണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിപ്പോ മിരി ആയാലും മിരിന്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറെ ആളായി വൈബാക്കി കൂടെ ഒരുമിച്ച് നിൽക്കുക അങ്ങനത്തെ ഒക്കെ. അങ്ങനെ കൊണ്ട് ഒരു വീട് ഇവിടെ ഓൾറെഡി ഒരു വീടുണ്ട്. നമ്മുടെ ഒരു വലിയൊരു ഡ്രീമാണ് ഒരു നല്ലൊരു വീട് ഉണ്ടാക്കണം. വീഡിയോസൊക്കെ കാണുമ്പോൾ കളർഫുൾ ആകണം. അതുകൊണ്ട് നല്ലൊരു വീട് നമുക്ക് പറ്റും. ഒരു വലിയ ഡ്രീം. ഒരു സർക്കസുകാരൻ്റെ മോൻ ആഗ്രഹിക്കാൻ പറ്റുന്ന ലെവലിൽ അങ്ങനത്തെ ആൾക്കാർക്കും എത്തിപ്പെടാൻ പറ്റും. ഇപ്പം ഹാർഡ് വർക്ക് ചെയ്താൽ എത്തിപ്പെടാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കിട്ടും നമുക്ക്. അത് വെറുതെ ഇരുന്നിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. പോസിറ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം ബാധി ഞങ്ങൾ ബാധി അങ്ങനെ ഏതായാലും തീർന്നോ? തീർക്കല്ലേടാ. അതല്ല, നമ്മളെ ഒരുപാട് സമയം എനിക്ക് നിങ്ങളോട് ഇനിയും ഒരുപാട് ഞാൻ വിചാരിച്ചു മറുനാടൻ മലയാളി ഞാൻ കുറെ പ്രതീക്ഷിച്ചു. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നീ ചോദിച്ചത് അവളെ ഇങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഞമ്മക്കല്ല, ഓൾക്കാണ്. അല്ല പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പിന്നെ എങ്ങനെയാന്നല്ലേ, അതല്ലേ നമ്മളിപ്പോ ഇതിൽ തന്നെ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും അല്ല എന്നെയാണ് അതിന്റെ ട്രോള്. പക്ഷെ ഒരു കാര്യം, ഈ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഒരുപാട് പേര് ഇപ്പൊ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലമാണിപ്പോ. അപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് എന്ന നിലയിൽ എന്തായിരിക്കും? നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നത് ഞാൻ ആദ്യം കേൾക്കട്ടെ. അല്ല, എനിക്ക് ഹാപ്പി ആയിരിക്കാൻ എനിക്ക് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭയങ്കര മിത്തോട് പറഞ്ഞ ഭയങ്കര നെഗറ്റീവ് അട്രാക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പൊ എന്നെ ഇത്രയെങ്കിലും പോസിറ്റീവായിട്ട് നെഗറ്റീവ് പറയുന്ന ആളെന്നല്ല കേട്ടോ, അല്ലല്ല പോസിറ്റീവ് ആക്കിയത് കേട്ടോ. നെഗറ്റീവ് പറയുന്നതല്ല, എനിക്ക് പെട്ടെന്ന് ആൾക്കാരുടെ ആളെന്ത് വിചാരിക്കും, അവര് ഞാൻ ഇങ്ങനെ ചെയ്താൽ അവര് ഹാപ്പി ആയിരിക്കോ, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഓവർ തിങ്കിങ്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ മിത്തേട്ടനാണ് ആ ഒരു എൻ്റെ മാറ്റിയെടുത്തത്. അവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഇവരെന്ത് ചിന്തിക്കും എന്ന് വെച്ചാൽ നമ്മൾ അത് മൈൻഡാക്കാണ്ട് നമ്മളെ ഹാപ്പിനെസ് എന്താണോ അത് വേറെ ഉള്ള ഹാംഫുൾ ആക്കാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. അല്ലേ മിത്തേട്ടാ? Did you accept this? Apply on your life as well. മിത്തേട്ട പറഞ്ഞു അപ്ലൈ ചെയ്യുന്നു. അല്ല, നീ നെഗറ്റീവ് ആയി പോകരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചു. നെഗറ്റീവ് അല്ല, ആള് നെഗറ്റീവ് അല്ല. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിട്ട് പേടിക്കും. ആൾക്കാർ എന്ത് പറയും, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറേ മാറി കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടെല്ലാം ചെയ്യും. പിന്നെ ഇടക്കിടക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഓക്കെ ഐ ആം ദെയർ വിത്ത് യു എന്നുള്ള ആ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഷീസ് റെഡി. എനിക്ക് തരാനുള്ളത് ഞാൻ പറയും, ഞാൻ എല്ലാവരോടും പറയും. ഈവൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പല കാര്യങ്ങൾ ചോദിക്കാൻ വരും കേട്ടാ, എങ്ങനെ എന്ത് ചെയ്യണം, അഡ്വൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അഡ്വൈസ്. പക്ഷെ അധികം ആൾക്ക് കൊടുക്കാറില്ല, വെറുതെ നമ്മുടെ എനർജി ലോസ്. എല്ലാം അവൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, ഹസ്ബൻഡ് വൈഫിൻ്റെ ഒരു ബോണ്ടൊക്കെ നൈസായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കേട്ട് ചെയ്ത് അത് മൈൻഡിൽ വെച്ച് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഒരിക്കലും രണ്ടറ്റം മുട്ടാണ്ടിരിക്കും. അപ്പം നമുക്ക് അതിലൊരു കാര്യം പറയട്ടെ മിത്തേട്ടാ. അല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് മനസ്സിൽ വന്നെന്ന് വിചാരിച്ചോ. അപ്പൊ എനിക്ക് മിത്തേട്ടൻ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നല്ലേ മിത്തേട്ട ഡൗട്ട്. അപ്പം എനിക്കും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു സമയത്ത്
മിത്തോട്ട് എപ്പോഴും കോളിലായിരിക്കും കേട്ടോ. എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലം അതും ഒരു അപ്പുറത്ത് നിൽക്കുന്ന ആള് പേര് പറയണ്ട. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒരു മീഡിയയിലുള്ളതല്ല, ഒരു പുരുഷനാ, ഒരു മാനാണ്. അപ്പൊ എപ്പോഴും ഒരു ഇങ്ങനെ സംസാരിക്കും. ഞാൻ ഇതിങ്ങനെ കാണും. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒരു ടോണ് ഒരു ഗേളിനെ പോലെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ അയ്യോ എന്താ ഇവരിപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നേ, ഇതോടെ കൈയോട്ട് പോയോ? ശരിക്കും എൻ്റെ മൈൻഡിൽ ആ ഒരു ഡൗട്ട് വന്നു കേട്ടോ. പക്ഷെ ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ പോയി ചോദിച്ചു, എനിക്കിത് പിടിച്ചിക്കാൻ പറ്റതില്ല. അവൻ ആരാ മിത്തിട്ട ഡെയിലി വിളിക്കുന്നുണ്ട്. അത് ഞാൻ ഓപ്പണായി ചോദിച്ചു, കാരണം അത് ക്ലിയർ ആക്കാണ്ട് എനിക്കും ഉറക്കില്ല. അപ്പൊ അതാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാണ്ട് അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്റ്റർബ് ആവും, നമ്മളെ ഹാപ്പിനെസ് പോകും. അപ്പൊ ഞാൻ മിത്തട്ടൻ്റെ അടുത്ത് ഓപ്പണായി ചോദിച്ചു, അവനാണോ അവളാണോ, സത്യം പറയടാ അവളാണോ? ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പോ അല്ല, അവൻ സംസാരിക്കുന്ന രീതി ഭയങ്കര സോഫ്റ്റ് ആണ്. അവൻ ഭയങ്കര ഒരു സോഫ്റ്റ്. ഞാനും മീറ്റ് ചെയ്ത് സംസാരിച്ച ആളാണ്. അപ്പം സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അത് എന്റെ മൈൻഡിൽ വന്ന ഒരു ഇതാണ്. അതെ, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. ഈ ആൾക്കാർ പറയില്ലേ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, സാക്രിഫൈസ് ആണ്, അതിനൊന്നും ഒരിടയേ ഇല്ല സത്യം പറഞ്ഞാൽ. എന്ത് അഡ്ജസ്റ്റ്മെന്റാ ഉള്ളത്? അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അക്സെപ്റ്റൻസ് ചെയ്യുക, പിന്നെ റെസ്പെക്ട് ചെയ്യുക, രണ്ടുപേർക്കും റെസ്പെക്ട് കൊടുക്കുക. സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരു കളിക്ക് നിൽക്കാതിരിക്കുക. പിന്നെ ബാക്കിയൊക്കെ പിന്നെ നീ എന്താ ചെയ്ത് ഒരു സാധനത്തിന് വേണ്ടി ഇങ്ങനെ ചൊറിഞ്ഞ് പിടിച്ച് നിൽക്കുന്ന അതൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ടിരിക്കുക. സംശയങ്ങളൊന്നും അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുക. ലൈഫ് സെറ്റിൽ. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? എന്നെ വിളിച്ചു ചോദിച്ചാൽ മിത്തേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇനി എന്താ വേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ടു ഡു ലിസ്റ്റ്. ഏതായാലും എനിക്കും കുറേ എനർജി കിട്ടി, ഭയങ്കര പോസിറ്റീവ് വൈബായി. അപ്പോൾ എനിക്ക് ആശംസിക്കാനുള്ളത് നിങ്ങൾക്ക് നല്ല വീടൊക്കെ ആയിട്ട് അതിൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മളെയും വിളിക്കണം. അപ്പോൾ നല്ല വീടൊക്കെ ആയ ഒരു സ്വപ്നമാണ്. ഒരുപാട് എന്താ പറയുക, വാടക വീടെന്നൊക്കെ മാറി പിന്നീടൊരു വീടായി ഇപ്പം വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറകെയാണ്. ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള ബിസിനസ് സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറ്റട്ടെ. വീട് പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.